ഈ കണ്ടംകുന്നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ സ്ഥലക്കച്ചവടമൊക്കെ നടത്തുന്ന ദാ ആ കാണുന്ന വീടാ. ആ 1 കിലോ നേന്ത്രപ്പഴം, ആ 1 പാക്കറ്റ് ബിസ്ക്കറ്റ്. ആ ശരി. എത്ര രൂപയായി? 36 റുപ്യ. ഓ, ഒരു കിലോ പഴവും 1 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി. പഴത്തിന് കണ്ടംകുന്നിനേക്കാൾ 2 റുപ്യ കുറവാ. പിന്നെ നമ്മളെ കാണുമ്പോൾ സുലൈമാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ഓരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ പോണത് പൊരുത്തം വാങ്ങിക്കാനല്ലേ? ഇതാ ആരൊക്കെയോ പഠിച്ചോനെ. ആയിസൂത്ത, അബൂക്ക, ഇങ്ങക്ക് വൈമാറി പോയതൊന്നും അല്ലല്ലോ. സുഖാണോ റാബിയെ? ആ സുലൈമാൻ ഇല്ലേ ഇവിടെ? വാ അബൂക്ക, അകത്തുണ്ട്, വാ. ഇക്ക, സുലൈമാനിക്ക, അല്ലാ, ഇതാരാ? ഞാനീ കാണുന്നത് കിനാവല്ലല്ലോ റാബിയ. ഇങ്ങളെ കുറിച്ച് 2 ദിവസം മുമ്പും ഇവർ പറഞ്ഞിരുന്നു. ഇരിക്കുക അബുക്ക. റാബിയ, അബുക്കക്ക് ഇരിക്കാൻ. വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തു പറ്റി സുലൈമാനെ? റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വണ്ടിയുടെ ടയറ് കയറി ഒരു കരിങ്കല്ല് തെറിച്ച് ഇവിടെ കൊണ്ടതാ. 2 മാസം ബോധമില്ലാതെ മംഗലാപുരത്ത് ഒരു ആശുപത്രിയിൽ കിടന്നു. എല്ലാവരും മരിച്ചു എന്ന് കരുതിയതാ. നിൽക്കാൻ പറ്റില്ല. ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ തല ഒരു വശത്തോട്ട് പോവും. ശരീരത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലില്ലാത്തതുപോലെ. നിങ്ങളെന്തായി സുത്ത എന്നോടൊന്നും മിണ്ടാത്തത്? ഞാനും വയസ്സും ഇക്കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായതല്ലേ. സുലൈമാന്റെ പൊരുത്തം വേണം ഞങ്ങൾക്ക്. നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അളവി കുറഞ്ഞ 2 സെന്റ് ഏത് ഭാഗത്ത് നിന്നാ തിരിച്ചു പിടിക്കാന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ പറമ്പാ. അള്ളാൻ്റെ ഭൂമിക്ക് ആധാരം ഉണ്ടാക്കി, എന്നിട്ടതിന് അതിര് കെട്ടി അത് തിരിച്ചും പറിച്ചും കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു ഞാൻ. പിടിച്ചു പറിച്ചതും വെട്ടിപ്പിടിച്ചതും എല്ലാം പോയി. കിടക്കണ ഈ മണ്ണ് പോലും ഇപ്പൊ പണയത്തില്ല. അബുക്ക, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നരകിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പടച്ചോൻ എന്നെ ഇങ്ങനെ കിടത്തിയത്. ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ മരിച്ചു പോയിന്ന് അറിഞ്ഞാ എന്റെ പൊരുത്തം കിട്ടാതെ നിങ്ങൾക്ക് സങ്കടാവൂലേ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാ പടച്ചോന്റെ ആയുസ് നീട്ടിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നടക്കാനല്ല ബുക്ക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ. എന്താ സുലൈമാനെ നീ പറയുന്നത്? നിങ്ങൾ പോയിട്ട് വാ ബുക്ക. എന്റെ പൊരുത്തവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന താഴത്തങ്ങാടി പള്ളിയിൽ ഇപ്പോ നിറയെ ആളുകളാ.
ഉസ്താദിന്റെ മക്കാമിലെ ദിവസം 10,000 ഉറുപ്പ്യന്റെ വരുമാനം ഉണ്ടെന്നേ. പുതിയ കമ്മിറ്റി കയറാനേ ആൾക്കാർ മത്സരിക്കാന്നാ കേക്കണത്. നമ്മൾ അബൂട്ടി ഇപ്പൊ ഉസ്താദിന്റെ മക്കാമില്ല. ഉസ്താദിനെ കാണാൻ വരുന്നോര് ഓനും കൊടുക്കും 5ഉം 10ഉം. ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടന്നവരെന്നെയാ അപ്പൊ ഉസ്താദിന്റെ ആളുകള്. ഏതായാലും ഉസ്താദിന്റെ മയ്യത്ത് നമ്മൾ വിട്ടുകൊടുത്തത് മോശമായിപ്പോയി. ഉസ്താദ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച ആളല്ലേന്ന് മമ്മൂഞ്ഞെ നമ്മൾ വിചാരിക്കുമ്പോ. എന്താ ഹൈദരെ ഇങ്ങനെ? ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്ക് ആകപ്പാടെ മോളിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദരേന്ന് വിളിക്കുന്ന പോലെ തോന്നും. അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവും. നിനക്ക് ഞാൻ കാശ് വല്ലതും തരാനുണ്ടോ ഹൈദരെ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ? നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായന്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല. കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ. അല്ലാണ്ട് എന്താ പറയാ? അവരുടെ കാശും കൂടി എടുത്തോളൂ ഹൈദരെ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? എടുത്തോളൂ ഹൈദരെ. നാളെ ചിലപ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ? പോണേന് മുമ്പ് ഞാൻ വരാം. മമ്മൂഞ്ഞേ, ആ മൊയ്തീനെ, ഓ വരട്ടെ. ആ ട്രാവൽസിന്റെ പാക്കേജിലാ അബൂക്ക ഹജ്ജിന് പോണത്. ഇയാളെ കയ്യിലിടുന്ന ഇതിനത്ര പൈസ. ഒസാമ ബില്ലാദൻ മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തത് നിങ്ങളൊക്കെ ആരാന്റെ പസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും. എന്റെ ആജിക്ക നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. 8 വരക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 0 വരക്കുക. ഞാൻ 8 വരയ്ക്കണത് ഇങ്ങനെ 2 പൂജ്യം ഇട്ടിട്ടാണ്. 8 വെച്ചും വരക്കാണ്ട് ലൈസൻസ് കിട്ടില്ല. അങ്ങനെയാണ് തീവണ്ടിയുടെ ഡ്രൈവർമാർക്ക് ലൈസൻസ് കിട്ടൂലല്ലോ. എല്ലാം തലതിരിച്ചാ. നിങ്ങള് വച്ചിന്ന് താഴോട്ട് വന്ന സെക്കൻഡാ, വച്ചിന്ന് മുകളിലോട്ട് പോയല്ലേ സെക്കൻഡ് വരേണ്ടത്. പോകാനും വരാനും ഒരു വണ്ടി വേണമെന്ന് കാസിമിനോട് പറഞ്ഞപ്പോ ഓനൊരു കാറ് വാങ്ങി തന്നു. ഓടി നടന്ന് ഡ്രൈവർമാരെ നോക്കിയപ്പോ ഓന് ശമ്പളം 7000 ഉറുപ്പ്യ. എന്നാ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും ചിന്തിച്ച്. എളുപ്പമല്ലട്ടാ. എന്തായി ഇന്റെ കാര്യങ്ങള്? പടച്ചോൻ അനുഗ്രഹിച്ച അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പോകും. നിങ്ങൾ വരുന്നുണ്ടോ ഈ കൊല്ലം? പാസ്പോർട്ട് ഞാൻ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പം നല്ല ചൂടാന്നാ പറയുന്നത്. ഹജ്ജിന് 2 ദിവസം മുമ്പ് ടിക്കറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസിമിന്റെ പുതിയ വീടിന്റെ താക്കോലും ബൂട്ടും വിജാവിരിയും ഒക്കെ അവിടുന്ന് വാങ്ങിക്കാന്നാ അവൻ പറയുന്നത്. ഹജ്ജിന്റെ സമയമാകുമ്പോൾ ലഗേജിലും എന്തൊക്കെയോ കുറവുണ്ട്. ഓൻ തുടങ്ങി. കിട്ടിയ അവസരം മെക്കിട്ട് കയറി ചെക്ക മുതലാക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അബു, കാസിമിന്റെ ഫോൺ നമ്പറാ. അവിടെ എത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി. നീ ഇനി 8ന്റെ കാര്യമൊന്നും നമ്മളോട് പറയണ്ട. അതൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. 9 വേണം നമ്മളെടുക്കാം.